നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഹോർമോണുകൾക്ക് വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഹോർമോണുകളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായാൽ വളർച്ചയ്ക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റായ ഡോക്ടർ ജയപ്രകാശ് പി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഒരു കുഞ്ഞുണ്ടായ അമ്മമാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഓരോ പടിപടിയായിട്ട് വളർച്ച, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഏതെല്ലാം അവയവങ്ങളുടെ വളർച്ച, പൊക്കം വയ്ക്കുക, ഇതൊക്കെ പ്രധാനമായിട്ടും പൊക്കം വയ്ക്കൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്താണ് ഈ ഹോർമോണിന് ഇതിലുള്ളൊരു പ്രാധാന്യം? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹോർമോണുകളുടെ പ്രാധാന്യമുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ജനിച്ചു കഴിഞ്ഞാൽ പൊക്കം എന്നല്ല, നീളം. കാരണം കിടക്കുമ്പോൾ എടുക്കുന്ന ഒരു 2 വയസ്സ് വരെ ഏകദേശം നീളം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം കുഞ്ഞിനെ കിടത്തിയിട്ടാണ് ആ കുഞ്ഞിൻ്റെ ലെങ്ത് എടുക്കുക. അതിനുശേഷം കുഞ്ഞ് നേരായി നിൽക്കുന്ന സമയത്താണ് ഹൈറ്റിലേക്ക് പോവുക. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ നീളം അല്ലെങ്കിൽ ഉയരത്തിന് ഹോർമോണുകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് ഗ്രോത്ത് ഹോർമോൺ, ഉയരത്തിൻ്റെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോണാണ് സാധാരണ എല്ലാവർക്കും പറയാറുള്ളത്. തൈറോയ്ഡ് ഹോർമോണും അതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹോർമോണുകൾ ഇത് രണ്ടുമാണ്. മറ്റ് ഹോർമോണുകൾക്കും കോർട്ടിസോളും അല്ലെങ്കിൽ അഡ്രിനൽ ഹോർമോണുകൾക്കൊക്കെ അതിൽ റോളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും തൈറോയ്ഡും ഗ്രോത്ത് ഹോർമോണുമാണ്. ഓക്കെ. അപ്പോൾ സാധാരണ അച്ഛനമ്മമാർ കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നതും വേഗം വേഗം ചെയ്യണം എന്നൊരാഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന കാര്യങ്ങളിൽ ഒരു വളർച്ചക്കുറവോ എന്തെങ്കിലും കണ്ടാൽ പോലും മറ്റുള്ളവർ പറയും അത് സാരമില്ല, മറ്റേ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, പതുക്കെ ശരിയായിക്കോളുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്? ഇതിൽ 2 കാര്യങ്ങളുണ്ട്. മൈൽ സ്റ്റോൺസ് എന്ന് നമ്മൾ പറയും. ഒന്ന് ഉയരം. ഈ മൈൽ സ്റ്റോൺസ് ഒരു കുഞ്ഞ് ചിരിച്ചു തുടങ്ങുക, ഇരിക്കുക, പിടിച്ച് എഴുന്നേൽക്കുക, നടക്കുക, അതെല്ലാം അതിനൊരു നിശ്ചിതമായിട്ടുള്ള അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. സംസാരിച്ചു തുടങ്ങുക, അതും ഉയരം അല്ലെങ്കിൽ നീളവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ മൈൽ സ്റ്റോൺസ് പലപ്പോഴും ഒരു നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു കുഞ്ഞിന് നോർമലായിരിക്കും. പക്ഷേ ഉയരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഉയരം വയ്ക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ എല്ലാം കൂടി പറയാൻ നമുക്ക് പറ്റില്ല. ഉയരത്തിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും വെയ്റ്റും നീളവും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും കൊടുത്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ്, ഒരു ചെറിയ ബുക്ക്ലെറ്റ് മാതിരി ഉണ്ടാവും. അതിനോടൊപ്പം ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ടാവും. ആ നോർമലായിട്ട് ഓരോ പ്രായത്തിലും വേണ്ടി വരുന്ന ഹൈറ്റ് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പമാർഗം ആ കുഞ്ഞിൻ്റെ ഒരു 3 മുതൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ കുഞ്ഞിൻ്റെ ഹൈറ്റ് ഒരു ചുമരിനോട് ചാർത്തി നിർത്തി ഹൈറ്റ് മെഷർ ചെയ്ത് അതിൽ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൽ ആ ഒരു നോർമൽ റോഡ് ഉണ്ടാവും. ആ റോഡിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കുഞ്ഞ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റാരോടും ചോദിക്കാതെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയും ഇത് പരിശോധിക്കുക ആവശ്യമാണ്. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടർ ലൈവാണ്. നമസ്കാരം മാഡം. ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ പറ്റത്തില്ലേ? പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം. ഞാൻ കൊല്ലം ജില്ലയിൽ ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് സിന്ധ. ഹലോ. ചോദിച്ചോളൂ. ടി വിയിൽ ശ്രദ്ധിക്കണ്ട, കേൾക്കുന്നുണ്ട്. ഇല്ല. എന്റെ ചെറുമകന് വേണ്ടിയിട്ടായിരുന്നു സംസാരിക്കുന്നത്. എന്റെ മകന് 2 വയസ്സായി. ബർത്ത് വെയിറ്റ് 3600 ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഞ്ഞ് 12 കിലോയെ വെയിറ്റ് ഉള്ളു. അതങ്ങോട്ട് കൂടി വരുന്നില്ല വെയിറ്റ്. ഹൈറ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ഹൈറ്റ് ആണുള്ളത്. എന്തായിരുന്നു കാര്യം അറിയുന്നില്ല. 12 കിലോ എന്ന് പറഞ്ഞാൽ അത്ര അണ്ടർ വെയിറ്റ് ഒന്നുമല്ല. കുഞ്ഞിനെ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും. വെയിറ്റ് വയ്ക്കുന്നതും ഹൈറ്റും തമ്മിൽ ചെറിയ അന്തരമുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കുന്നു, കുഞ്ഞ് അതർവൈസ് ആക്റ്റീവാണ്. ഈ പറഞ്ഞ 2 വയസ്സിലൊരു കുഞ്ഞ് നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ കുഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വെയിറ്റിന് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭക്ഷണം ദഹനക്കുറവ്, വയറുവേദന എടുക്കുന്നു, കുഞ്ഞ് അകാരണമായി കരയുന്നു, ആക്റ്റീവ് അല്ലാതിരിക്കുന്നു, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ടോ. പൊതുവേ ഈ പൊക്കത്തിനേക്കാൾ കൂടുതലായിട്ട് വണ്ണത്തിനെ കുറിച്ചിട്ടാണ് അമ്മമാരൊക്കെ കൂടുതൽ പരാതി പറഞ്ഞു കേട്ടുള്ളത്. ഡോക്ടർ, അപ്പം ഈ ഒരു കൊച്ചുകുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ ഇത്ര പൊക്കം ഉണ്ടാകണം എന്നുള്ളത് അവരുടെ പാരമ്പര്യമായിട്ടുള്ളൊരു ഇതും കൂടെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ അങ്ങനെ ആ ഒരു കാര്യം ഇപ്പോൾ ഈ ചാർട്ട് കൃത്യമായിട്ട് നോക്കാതെ ഒരു ആവറേജ് പൊക്കം? ഈ ചാർട്ടുകളിൽ അത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന് വേണ്ടുന്ന ഒരു ആവറേജ് അല്ല, ഇതൊരു പോപ്പുലേഷൻ ബേസ്ഡ് ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന ആവറേജ് ഹൈറ്റ് വെച്ച് ആ കുഞ്ഞിൻ്റെ ഒരു സെൻറ്റൈൽ എന്ന് പറയും, അതായത് ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 50% പേർക്ക് ഈ ഹൈറ്റ്, 25 മുതൽ 75%. അപ്പോൾ ആ ഒരു ശതമാനം ഒരു ക്ലാസ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരറ്റത്ത് വളരെ ഉയരം കൂടിയ കുട്ടികളുണ്ടാവും, ഒരറ്റത്ത് വളരെ ഉയരം കുറഞ്ഞ്, അതൊരു 10% ആയിരിക്കും. ബാക്കി 80% ഒരു ആവറേജ് ഹൈറ്റിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു മിഡിൽ പാത്തായിരിക്കും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ളതും നോർമൽ വേരിയൻ്റ് എന്നുള്ള രീതിയിൽ അതൊരു ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവർ ഡോക്ടർ ഈ ചാർട്ട് കൊടുക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പൊക്കമൊക്കെ ആയിട്ട് നോക്കിയിട്ടാണ് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തം. അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ സാധാരണ ഇതിൽ ഒരു കുഞ്ഞ് ജനിച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചാർട്ടിൽ അങ്ങനെയൊന്നും മാർക്ക് ചെയ്യില്ല. പക്ഷേ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ ഇപ്പോൾ ചികിത്സിക്കാൻ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു രോഗി ഇതും കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കളുടെ ഹൈറ്റ് എടുക്കും. അതനുസരിച്ച് ഒരു ആവറേജ് ഹൈറ്റും ഈ കുഞ്ഞിന് ഒരു പ്രെഡിക്റ്റഡ് അഡൾട്ട് ഹൈറ്റ് എന്ന് പറയും. അതായത് 18 വയസ്സിൽ പ്രായപൂർത്തിയായാൽ ഈ കുഞ്ഞ് എത്ര ഹൈറ്റ് വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ അത് വെച്ച് ഈ പ്രഡിക്ഷനിൽ ഇപ്പോൾ 4 വയസ്സുള്ള കുഞ്ഞ് എവിടെയാണ് നിൽക്കുന്നത് അതിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഏകദേശം നമുക്ക് പറയാൻ സാധിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ബോംബെന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോന് ഇപ്പോൾ 21 വയസ്സായി. അവന് ഫേഷ്യൽ ഹെയർ ഗ്രോത്തും ചെസ്റ്റിലുള്ള ഹെയർ ഗ്രോത്തും കുറവാണ്, ബാക്കിയെല്ലാം നോർമലാണ്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഈ ഹെയർ ഗ്രോത്തും എസ്പെഷ്യലി ഇപ്പോൾ പുരുഷന്മാരിൽ രോമവളർച്ച കാണേണ്ട ഏരിയകളിൽ ഹെയർ ഗ്രോത്ത് കുറവാണെന്നാണല്ലോ ഇപ്പോൾ ചോദ്യം. അതിന് പലപ്പോഴും ഹോർമോണിൻ്റെ ചില പുരുഷ ഹോർമോണിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുകൊണ്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതാദ്യം അത് നോക്കുക. അത് നോർമലായിരിക്കാനാണ് മിക്കവാറും സാധ്യത, മറ്റു കാര്യങ്ങളെല്ലാം നോർമലാണെങ്കിൽ. അപ്പോൾ ഇതിന് പാരമ്പര്യമായിട്ട് ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ 18 വയസ്സിൽ തന്നെ ചിലർക്ക് അങ്ങനെ ഒരു താടിയോ ശരീരരോമങ്ങളോ വരണമെന്നില്ല. ചിലർക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കാം, 24-25 വയസ്സിലായിരിക്കാം. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ആ നോർമലായിട്ടുള്ള ഹോർമോണുകൾ ചെക്ക് ചെയ്ത് അതെല്ലാം കുഴപ്പമില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ മാർഗമുള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ചാർട്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാലും പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഒരു വീട്ടിൽ തന്നെ നമുക്ക് കാണാം ഒരു സിസ്റ്ററുടെ മക്കൾക്കൊക്കെ പൊക്കമുള്ളവർ, കാരണം ചിലപ്പോൾ അവരുടെ അച്ഛന് പൊക്കം ഉണ്ടാവാം, മറ്റൊരു സിസ്റ്ററുടെ മക്കൾക്കൊക്കെ പൊക്കം കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കഴിയട്ടെ, വലുതാവുമ്പോൾ നമുക്ക് നോക്കാം, പൊക്കം എത്ര വെക്കും എന്ന് നോക്കാം, അങ്ങനെ പറഞ്ഞ് കാലം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? അല്ല, ഇത് വലിപ്പം കുറച്ച് കഴിയട്ടെ, വലിപ്പം വെച്ചോളും എന്ന് നീട്ടിക്കൊണ്ടുപോയി ഒരു കുഞ്ഞ്, പ്രത്യേകിച്ച് ഒരു പെൺകുഞ്ഞ് കൗമാരത്തിലേക്ക് കിടന്നാൽ, ആർത്തവം വന്നു കഴിഞ്ഞാൽ, മെൻസ്ട്രുവൽ ബ്ലീഡിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി മിക്കവാറും ഒരു ഹൈറ്റ് വയ്ക്കാനുള്ള സാധ്യത ഒരു 4-5 സെൻറ്റിമീറ്ററിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടിയും ഇതുപോലെ തന്നെ അവന് കൗമാരത്തിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 13-14 വയസ്സിന് ശേഷം ഒരു പുരുഷൻ്റെ ശരീരപ്രകൃതിയിലേക്ക് കിടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ ഹോർമോണും പുരുഷ ഹോർമോണും ശരീരത്തിൽ കൂടി വരുമ്പോൾ എല്ലുകളുടെ നീളം വയ്ക്കുന്ന ആ ഒരു അവസ്ഥ അവിടെ വെച്ച് ഏകദേശം നിൽക്കും. അപ്പോൾ ശരീരത്തിൽ നോർമലായിട്ടുള്ള ഹോർമോൺ ഉണ്ടെങ്കിൽ തന്നെ ആ ഉയരം അല്ലെങ്കിൽ നീളം എന്നുള്ള അവസ്ഥ ഇല്ലാതെയാവുകയും അവർക്ക് പിന്നീട് ഉയരം വയ്ക്കാനുള്ള സാധ്യത, ചികിത്സിച്ചാൽ തന്നെ നമുക്ക് ഉയരം വെപ്പിക്കാനുള്ള സാധ്യത ഇല്ലാതെയാവുകയാണ്. അതുകൊണ്ട് ഇത് വെച്ച് താമസിപ്പിക്കാതെ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ, സംശയം ശരിയോ തെറ്റോ ആവും, പക്ഷേ അതിൽ ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് ഓക്കെ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, നിങ്ങളുടെ ഇപ്പോൾ അച്ഛൻ്റെ ഉയരം കുറവായതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ഹൈറ്റ് ഇത്രയുള്ളത്, നിങ്ങളുടെ സിസ്റ്ററുടെ ഭർത്താവിന് ഉയരം കൂടുതലാണ്, അതുകൊണ്ടാണ് അവർക്ക് ഈ ഉയരമുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് കല്യാണം ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാലാണ് കുഞ്ഞിനെ കൊണ്ടുവരാറ്. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാർട്ട് വഴിയോ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു ഒരു പ്രശ്നമുണ്ടെന്ന്, ഡോക്ടറെ അടുത്ത് വന്നാൽ അടുത്ത പടി എന്താണ്, എങ്ങനെയാണ് നമ്മളിത് നിർണ്ണയിക്കുന്നത്? ആദ്യപടിയായിട്ട് മെഷർമെൻ്റ് എടുക്കലാണ്. കുഞ്ഞിൻ്റെയും മാതാപിതാക്കളുടെയും ഹൈറ്റ് വെച്ച് നമ്മൾ ആ ഒരു ചാർട്ട് വെച്ച് നോക്കി തന്നെയാണ് അത് തീരുമാനിക്കുക. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും പരിശോധനയിൽ ചില ക്ലൂകൾ കിട്ടും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞല്ലോ, വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞു. വെയ്റ്റ് ഇപ്പോൾ തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടായിരിക്കും, ഹൈറ്റ് വെക്കില്ല. അപ്പം പലപ്പോഴും അതാണ് കണ്ടുപിടിക്കാൻ വൈകുന്നത്. കുഞ്ഞ് കണ്ടാൽ കുറച്ച് ചബ്ബിയായിരിക്കും, അത് ആക്ച്വലി ശരീരത്തിൽ നീര് വെച്ചിട്ടാണ്. അപ്പം കാണുമ്പോൾ വെയിറ്റ് ഉണ്ടാവും, സുന്ദരനായിട്ടുള്ളൊരു കുഞ്ഞായിരിക്കും, പക്ഷേ ഉയരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ വൈകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് പരിശോധനയിൽ മനസ്സിലാക്കാം. പിന്നെ ബേസിക് ആയിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ബ്ലഡിലെ കൗണ്ട് നോക്കും, അനീമിയ ഉണ്ടെങ്കിൽ ഉയരക്കുറവുണ്ടാവാം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ, കാൽഷ്യം
ആ ചില കോമൺ ആയിട്ട് കാണുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖമുണ്ട്. വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും കുറവ്. പണ്ട് അതുണ്ടായിരുന്നു, പിന്നീട് അത് ഇല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ വളരെയധികം കാണപ്പെടുകയാണ്. സൂര്യപ്രകാശത്തു നിന്ന് കിട്ടേണ്ട വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങൾ വെയിൽ കൊള്ളുന്നില്ല, ആരും വെയിൽ കൊള്ളുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പോൾ റിക്കറ്റ്സും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും ഈ ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ വിചാരിക്കുക ഭക്ഷണ ലഭ്യതയും മോഡേണൈസേഷനും വരുമ്പോൾ അത് കുറയുന്നതാണ്. പക്ഷേ ആക്ച്വലി പലതും റിവേഴ്സ് ചെയ്യുന്നൊരു ട്രെൻഡാണ് കാണുന്നത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കിട്ടാതെ ആവുമ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പം ബേസിക്കായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു വളർച്ചയുടെ അറിയാനായിട്ട് നമ്മളൊരു എക്സ്റേ എടുക്കും. ഒരു കൈയിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അവൻ്റെ ആ ഒരു മെച്യൂരിറ്റി, ബോണിൻ്റെ മെച്യൂരിറ്റി അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള ചില ടെസ്റ്റുകൾ ചെയ്യും. അതിൽ നിന്ന് എന്ത് വേണമെന്നുള്ളത് പിന്നീട് അങ്ങോട്ട് നോക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഓരോ ടെസ്റ്റ് നടത്തി ഇപ്പോൾ ഈ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചിലർക്ക് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ പൊക്കം വെച്ചില്ല എന്ന് വരും. അപ്പോൾ ചികിത്സ ആർക്കെല്ലാമാണ് വേണ്ടി വരുന്നത്? അത് ഒന്ന് ഇപ്പോൾ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചികിത്സ ആവശ്യമാണ്. അതല്ല, ഒരു ചില കണ്ടീഷൻസ് ഉണ്ട്. ഫെമിലിയൽ ഷോർട്ട് സ്റ്റേച്ചർ എന്ന് പറയും. ഒരു കുടുംബത്തിലെല്ലാവരും അച്ഛനും അമ്മയ്ക്ക് ഉയരം കുറവാണെങ്കിൽ മക്കൾക്ക് നാച്ചുറലി ഉയരം കുറവായിരിക്കും. അല്ലെങ്കിൽ ഇഡിയോപ്പതിക് ഷോർട്ട് സ്റ്റേച്ചർ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും, ഹോർമോൺ നോർമലായിരിക്കും, പിറ്റ്യൂട്ടറി നോർമലായിരിക്കും, മറ്റൊരു വൈകല്യങ്ങളും കുഞ്ഞിനുണ്ടാവില്ല, പക്ഷേ ഉയരം കുറവായിരിക്കും. ആ കുഞ്ഞ് പ്രായപൂർത്തിയായാലും ഉയരം കുറവിലേക്ക് തന്നെ നിൽക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചികിത്സയിലൂടെ ഉയരം കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ആണ് അതിന് കൊടുക്കുന്ന ചികിത്സ. ഗ്രോത്ത് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉയരം വയ്ക്കാനായിട്ട് സാധിക്കും. ഈ പാരമ്പര്യമായിട്ടുള്ള ഉയരക്കുറവിനെ കൂടി മറികടക്കാൻ. കാരണം ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ശരീരത്തിലുള്ളതാണ്. ആ ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് സംഭവിക്കും. അത് കൗമാരത്തിന് മുമ്പായിരിക്കണം എന്ന് മാത്രം. എല്ലുകളുടെ നീളം വയ്ക്കുന്ന ആ അവസ്ഥ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോർമോൺ കൊടുത്താലും അതിന് ഉയരം വയ്ക്കാൻ സാധിക്കില്ല. അത് കൊടുക്കാൻ അത് മെഡിക്കലി അപ്രൂവ്ഡ് ആണ്. പക്ഷേ നിശ്ചയമായി അല്ലെങ്കിൽ നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കളുടെ തീരുമാനം അനുസരിച്ചാണ്. നേരെ മറിച്ച് ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ, ഗ്രോത്ത് ഹോർമോണിൻ്റെ മറ്റു ഹോർമോണുകളുടെ കുറവുണ്ടെങ്കിൽ അത് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആണ്, കൊടുത്തേ പറ്റൂ. കാരണം ഉയരം മാത്രമല്ല, ഈ ഹോർമോണുകൾക്ക് ഇപ്പോൾ തൈറോയിഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഇത് ചെയ്യുന്നതാണ്. ഗ്രോത്ത് ഹോർമോണിന് ഉയരം മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും വളർച്ച, ഇൻക്ലൂഡിങ് ഹാർട്ടായാലും മറ്റ് അവയവങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വളർച്ചയ്ക്കും ഗ്രോത്ത് ഹോർമോൺ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നിശ്ചയമായും കൊടുക്കേണ്ടതാണ്. ഈ മരുന്നാണോ കൊടുക്കുന്നത്? മെഡിസിൻ കൊണ്ട് മാത്രമാണ് ഇത്? അപ്പോൾ ഒരുപാട് നാൾ കഴിക്കേണ്ടി വരും. അതെ, അതാണ് ഈ ഗ്രോത്ത് ഹോർമോൺ കുത്തിവയ്പ്പായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഡെയിലി ഇൻസുലിൻ പോലെ എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷനാണ്. അതാണ് അതിൻ്റെ, പിന്നെ അതിൻ്റെ വിലയും, അത് കുറച്ച് വില കൂടിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് എടുത്തു തുടങ്ങുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്കെങ്കിലും എടുത്താലാണ് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ചില കുട്ടികളുണ്ട് 10-12 സെൻറ്റിമീറ്റർ തന്നെ ആദ്യത്തെ കൊല്ലം എക്സ്ട്രാ ഉയരം വയ്ക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നേരെ കുറിച്ച് ചിലർ 5-6 സെൻറ്റിമീറ്റർ വയ്ക്കുള്ളൂ. അപ്പോൾ അത് ചികിത്സിച്ച് തുടങ്ങിയാൽ മാത്രമേ, അപ്പോൾ അതിന് ഈ ഒരു കാലയളവ് കുറഞ്ഞത് 1 കൊല്ലം 6 മാസത്തേക്കെങ്കിലും ചികിത്സിച്ചാൽ മാത്രമേ അതിൽ നമുക്ക് ആ ചികിത്സയുടെ ഫലം എത്രമാത്രം ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ, ചോദിച്ചോളൂ കേട്ടോ. ഡോക്ടർ ഒരു ഹലോ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കൊച്ചിന് പശുമ്പാൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു 2 ആഴ്ച കൊണ്ട് പശുമ്പാൽ കൊടുക്കുന്നുണ്ട്. അവന് ചെറിയൊരു നോവ് പോലൊക്കെ എപ്പോഴും വയറ് തട്ടി കാണിക്കുക. കുഞ്ഞിന് എത്ര വയസ്സായി? വയസ്സ് 2.5 വയസ്സായി. 2 ആഴ്ചയായുള്ളൂ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിരുന്നു. അല്ല, അത് ചില കുട്ടികൾക്ക് പാലിനോട് അലർജി ഉണ്ടാവുന്നുണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നോവുണ്ടാവാം, കുറച്ച് വയറിളകി പോകുന്ന മാതിരി ഉണ്ടാവാം. അത് നിങ്ങൾ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് കാണിച്ചൊന്ന് ചോദിക്കൂ, അതുകൊണ്ട് തന്നെയാണോ അതോ വയറിന് വേറെ വല്ല അസുഖം കൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കണം.
ഓക്കെ ഡോക്ടർ, ഇപ്പോൾ 1 വർഷത്തോളമെങ്കിലും ഈ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 6 മന്ത്സിനുള്ളിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് മനസ്സിലാവും, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടായിത്തോളും മനസ്സിലാവും. മറ്റൊന്ന് പലപ്പോഴും കാണുന്നത് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് പൊക്കം കുറവാണെങ്കിൽ അച്ഛനമ്മമാർ കൂടുതൽ ഇങ്ങനെ കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊക്കം വയ്ക്കും എന്നുള്ളൊരു ധാരണയിൽ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ആരോഗ്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, അതാണ് ഈ ഫെമിലിയൽ ഷോർട്ട് സ്റ്റേച്ചർ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് അച്ഛൻ്റെയോ അമ്മയുടെയോ ഉയരത്തിനനുസരിച്ച് ആ കുഞ്ഞിന് ദൈവം വിധിച്ചിരിക്കുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഹൈറ്റിലേക്ക് ഈ കുഞ്ഞ് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ആ ചാർട്ട് വെച്ച് ഏകദേശം പറയാനും സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ചോദിച്ച പോലെ ഇപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ കൂടിയിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിഷ്വൽ ഇതിൽ ഡാൻസിനോ അല്ലെങ്കിൽ കേൾക്കാറുണ്ട് ചില സെന്ററുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു ഡാൻസ് കോമ്പറ്റീഷൻ, അത്തരത്തിലുള്ള എല്ലാത്തിലും കുട്ടികൾക്ക് ഉള്ള കോമ്പറ്റീഷനും അപ്പിയറൻസും ഉയരവും എല്ലാം ഒരു കുറേയും കൂടി വിഷ്വൽ എഫക്റ്റ് കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ പല മാതാപിതാക്കളും ഇതുപോലെ കുഞ്ഞിനെയും കൊണ്ട് വരാറുണ്ട്. അതേ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ മറ്റു കുട്ടികൾ നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഉയരം കുറവാണ്, കൂട്ടാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ കൊടുത്തുകൊണ്ട് അത് പറ്റും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു മെഡിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു അസുഖം അല്ല. പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ട് പലരും. മുഖ സൗന്ദര്യമോ ശരീര സൗന്ദര്യമോ നന്നാക്കാൻ സർജറികൾ ചെയ്യുന്നു. അത് തെറ്റാണെന്നോ അല്ല, ഇല്ലീഗലാണോ അല്ല. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ കൊടുത്ത് അതിൻ്റെ ഒരു നിശ്ചിത അളവിൽ കൊടുത്ത് ഉയരം വെപ്പിക്കാനായിട്ട് അംഗീകൃതമാണ്. അതിൻ്റെ അതെ, അതൊരു മെഡിസിനായിട്ട് അപ്രൂവ്ഡാണ്. നേരെ മറിച്ച് ഇത് പലപ്പോഴും അബ്യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഹെൽത്ത് ക്ലബ്ബുകളിലും മറ്റും കുട്ടികൾക്കല്ല മുതിർന്നവർക്കും, കാരണം മസിൽ പെരുപ്പിക്കാനും മറ്റും. അത് ഒരു മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ഡോസിലൊന്നും അല്ല കൊടുക്കുന്നത്. വളരെ കൂടിയ ഡോസിൽ കൊടുക്കുകയും അതിന് നിശ്ചയമായും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ മോന് വേണ്ടി ചോദിക്കാനാ. മോന് ഇപ്പൊ +1 അയാള്. ഹലോ, ചോദിച്ചോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്. +1 മോൻ. മോൻ. അപ്പൊ അയാൾക്ക് ഒരു 155 സെന്റിമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അയാൾ എപ്പോഴും അയാൾ സ്കൂളിലേക്ക് അയാൾ പൊക്കം കുറവാവാനാ മോനാന്ന് എപ്പോഴും ഞങ്ങൾ വയ്ക്കണം. എപ്പോഴും ചോദിക്കും അമ്മ എനിക്ക് പൊക്കം കുറവ്, ബാക്കി പിള്ളേർക്കെല്ലാം പൊക്കമുണ്ട്. അപ്പൊ എനിക്ക് 153 സെന്റിമീറ്റർ, അതിന്റെ പപ്പായ്ക്ക് ഒരു 165 സെന്റിമീറ്റർ പൊക്കമുള്ളൂ. അപ്പൊ അവൻ പറയുന്നത് ഡാഡിയുടെ പൊക്കം കുറവായതുകൊണ്ടാണോ അല്ലെ ഇത്രയും പൊക്കം എനിക്ക് വരുവുള്ളൂ എന്ന് എപ്പോഴും അയക്കാൻ അതിനെക്കുറിച്ച് സങ്കടമാണ്. അപ്പൊ മോൻ എങ്ങനെ പൊക്കം നിർത്തുവോ എനിക്ക് അറിയ. പൊക്കം വയ്ക്കും. ആൺകുട്ടികൾക്ക് ഒരു 18, 19, 20 വയസ്സ് വരെ, പലപ്പോഴും 21 വയസ്സ് വരെ പൊക്കം വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൻ്റെ കാര്യമായിട്ടുള്ള ആ ഉയരം വയ്ക്കൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഒരു 5 മുതൽ 8 ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ ഹൈറ്റിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും സാധ്യതയുണ്ട്. അത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക. അതെ, അമ്മയ്ക്ക് 153 എന്ന് പറഞ്ഞു, മകന് 155 ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ വലിയ പ്രശ്നം വരില്ല. പ്രശ്നമുണ്ടല്ലോ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ആൺകുട്ടി ആയതുകൊണ്ട് അല്ലേ. ഇതേ കാരണമാണ് ഈ പലപ്പോഴും ഇങ്ങനെയുള്ള ഇഞ്ചക്ഷനുകൾ. ഡോക്ടർ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ സ്ത്രീകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ടുള്ള വണ്ണം വെച്ചവരെ കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇതിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതാ പറഞ്ഞത്, അതിന് വേണ്ടുന്ന ഡോസ് അത് ഓരോ കുഞ്ഞിൻ്റെ വെയിറ്റ്, അവൻ്റെ പ്രായം, അവൻ കൗമാരത്തിലാണോ അല്ലേ എന്നുള്ളത് നോക്കി വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡോസാണ്. അത് മൈക്രോഗ്രാമിലാണ് അതിൻ്റെ ഡോസ് വരുന്നത്. ആ ഡോസ് കൃത്യമായി കൊടുത്ത് അതിനനുസരിച്ച് നമ്മൾ ഓരോ 3-6 മാസത്തിലൊരിക്കൽ മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതിനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഇതിൻ്റേതല്ലാതായിട്ടുള്ള ആവശ്യത്തിനോ അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് അല്ലാതെയുള്ള ഡോസിലോ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ അല്ലേ ഡോക്ടർ? നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി.
ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഇപ്പോൾ ജിമ്മിൽ ഹെൽത്ത് ക്ലബ്ബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ആര് എന്ത് പറഞ്ഞാലും കേൾക്കുന്നത് ശരിക്കും ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല അല്ലേ? അല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 15 വയസ്സുകാരൻ അമ്മ വിളിച്ചുവല്ലോ, അയാൾ ഒരു പക്ഷേ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് ഇത് ഏതെങ്കിലും ഹോർമോണുകളോ ഇഞ്ചക്ഷനുകളോ കൊടുത്തിരിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. പല സപ്ലിമെൻറ്റും ഇതൊന്നും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അനുവദനീയമായ ഡോസിലല്ല പലപ്പോഴും കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇവർ പിന്നീട് ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് അറിയാറ്. ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങളും, പേശികൾ മസിൽ വയ്ക്കുകയും അങ്ങനെയുള്ള പല മാറ്റങ്ങളും അപ്പോൾ വരുമെങ്കിലും 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ രോഗാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. അപ്പോൾ അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. അത് വിദഗ്ധനായിട്ട് ഈ മെഡിസിൻസൊക്കെ തന്നെ അതിൻ്റെ കവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതുമ്പോൾ ലേബൽ ഉണ്ടാവും, ടു ബി പ്രിസ്ക്രൈബ് ബൈ എ ക്വാളിഫൈഡ് പേഴ്സൺ എന്ന്. അതിപ്പോൾ പുകവലിക്കുന്നവരോട് അതിൻ്റെ മുകളിലുള്ള പോലെ തന്നെയുള്ളൂ. ഡോക്ടർ, അടുത്തൊരു കോളിലേക്ക് പോകാം നമുക്ക്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രോത്ത് ഹോർമോൺ കുത്തിവെക്കുന്ന അവസരത്തില് കേൾക്കുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ കുത്തിവെക്കുന്ന അവസരത്തിൽ ഈ ഗ്രോത്ത് ഹോർമോൺ കുത്തിവെക്കുന്ന അവസരത്തില് പിന്നെ ശരീരത്തിന്റെ ചില അവയവങ്ങൾ മാത്രം മാത്രം വളരുമെന്നുള്ള ഒരു കാര്യം കേട്ട്, അത് എത്രത്തോളം ശരിയുണ്ട് സാർ? അല്ല, ഒരു ഉയരം വയ്ക്കുന്ന ഒരു പ്രായത്തിലാണെങ്കിൽ, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പാണെങ്കിൽ അതിൻ്റെ പ്രധാനമായ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉപയോഗം ഉയരം വയ്ക്കാൻ മാത്രമാണ് ശരിയെടുക്കുക. അത് കഴിഞ്ഞ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉയരം വയ്ക്കാത്തൊരു കാലഘട്ടത്തിലാണെങ്കിൽ ശരീരത്തിൻ്റെ മസിലുകളും മറ്റ് അവയവങ്ങൾക്കും നോർമലായിട്ടുള്ളോ അല്ലെങ്കിൽ അബ്നോർമലായിട്ടുള്ളോ വളർച്ചയിലേക്ക് അത് കൊണ്ടുവരില്ല. അപ്പോൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉയരം വയ്ക്കാനായിട്ടുള്ള ഒരു ഡോസിലാണെന്നുണ്ടെങ്കിൽ അത് ഉയരത്തിലേക്ക് മാത്രമേ അതിൻ്റെ വളർച്ചയുണ്ടാവുള്ളൂ. ഓക്കെ. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞു ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകൊണ്ട് വളർച്ച അല്ലെങ്കിൽ പൊക്കക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൻ്റെ തകരാറ് പരിഹരിക്കുക എന്നുള്ളതാണോ? അപ്പോൾ അതിനെന്തെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത്? തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവുണ്ടെങ്കിൽ തൈറോക്സിൻ ഗുളിക രൂപത്തിൽ അവൈലബിൾ ആയിട്ട് സർവ്വസാധാരണമായിട്ട് ഉള്ളൊരു രോഗമാണ്. അത് ഗുളികയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ആ കുഞ്ഞിന്, ഇപ്പോൾ ഉയരക്കുറവുള്ള ആ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ അവൻ്റെ വേണ്ടുന്ന ഉയരത്തിലേക്ക് എത്തും. കാച്ചപ്പ് ഗ്രോത്ത് എന്നാണ് പറയുക. അത് ഒരു സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ഒരു 4 വയസ്സിന് ശേഷം ഒരു 12 വയസ്സ് വരെ ഒരു വർഷം ഒരു 4 മുതൽ 6 സെൻറ്റിമീറ്ററാണ് വളരുക. അതേസമയം ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കുന്ന കുറച്ച് നാളുകളായിട്ട് നിൽക്കുകയാണ്. ഉയരം കുറവായിരുന്നു, അവന് തൈറോയിഡ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മാസത്തിൽ തന്നെ 6-7 സെൻറ്റിമീറ്റർ വളർന്നതായിട്ട് കാണാം. ഒരു കൊല്ലം വളരേണ്ട അത് ആ ലാഗ്, ആ ക്ലോക്ക് സ്ലോ ആയി ഓടുന്നത് പെട്ടെന്ന് നോർമൽ ടൈമിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉയരം വയ്ക്കും. അത് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ കാര്യമല്ല, ഒരു ഗുളിക കൊടുത്ത് കൃത്യമായി നിയന്ത്രിച്ച് പോകാവുന്ന ഒരു അസുഖമാണ്. ആ പ്രശ്നം അങ്ങ് മാറിയാൽ അവരുടെ വളർച്ച സാധാരണയായി പലപ്പോഴും ഒന്നുമില്ലെങ്കിൽ വളർച്ച കഴിയുന്നവരെ അല്ലെങ്കിൽ ചിലപ്പോൾ മുതിർന്നാൽ തന്നെ തൈറോക്സിൻ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ. ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞു 14 വയസ്സിനുള്ളിലൊക്കെ ചികിത്സിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക്, അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചറിയുന്ന ചിലരുണ്ടാവുമല്ലോ. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു തൊട്ട് മുൻപുള്ള ഒരു ജനറേഷനിൽ കാണാം, വളരെ പൊക്കം കുറഞ്ഞ ആളുകൾ വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചികിത്സകളൊന്നുമില്ലല്ലേ? ഒരു ഏജ് കഴിഞ്ഞാൽ അഗൈൻ ഈ കൗമാരം എന്ന് പറയുന്ന ഏജും ചിലപ്പോൾ പല പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അപാധകൾ കൊണ്ട് ഈ പ്യൂബേർട്ടിയും വൈകാം. പ്യൂബേർട്ടിക്ക് വേണ്ടുന്ന ഹോർമോണുകളും അല്ലെങ്കിൽ പ്യൂബേർട്ടിയും ഒരു ഹോർമോൺ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് ഈ കൗമാരവും വൈകും. അവർക്ക് ചിലപ്പോൾ നോർമലി കൗമാരം എത്തിയില്ല എന്ന് തന്നെ വരും. അപ്പോൾ 14 വയസ്സായെന്ന് വെച്ചിട്ട് അത് നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരു കൗമാരത്തിലേക്ക് കിടക്കുന്ന ലക്ഷണങ്ങളില്ല എന്നുണ്ടെങ്കിൽ ആ 14 മാത്രമല്ല 18 20 ട്രീറ്റ് ചെയ്താലും ഉയരം വയ്ക്കാം. പിന്നീട് അങ്ങോട്ട് പുരുഷ ഹോർമോണോ സ്ത്രീ ഹോർമോണോ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് മാത്രമേ അതിലൊരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഏർലി സ്റ്റേജിൽ കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഇതുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സന്ദേശം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അതെ, ആ ഒരു കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ നിശ്ചയമായൊരു അതിൽ വിദഗ്ധനായൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കണം. അത് ആ സംശയം വെച്ച്
നാളെ ആവാം. അത് കമ്പയർ ചെയ്ത് നോക്കി പിന്നീട് സമയം വൈകി പിന്നീട് ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു മനസ്സിലൊരു സംശയം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട സംശയം തീർത്തിരിക്കണം. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.